പ്രിയപ്പെട്ട മോമിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ചെറുപ്പക്കാരികളായ 3 ഉമ്മമാരുടെ മരണം, അതാണ് നമ്മളെ ഏറെ വേദനിപ്പിച്ചത്. ആ മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ, ചെറിയ പ്രായത്തിലെ ഉമ്മ നഷ്ടപ്പെട്ട മക്കൾ, പടച്ച റബ്ബ് നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആ കുഞ്ഞുമക്കളുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ്. ഉമ്മയില്ലാത്ത ആ ഒരു ജീവിതം പടച്ച റബ്ബ് നമുക്കൊന്നും തരാതിരിക്കട്ടെ. ചെറുപ്പക്കാരികളാണ് മരണപ്പെട്ടത്. അവരുടെയൊക്കെ മക്കൾക്ക് അത്രേ പ്രായവും ഉണ്ടാവുള്ളൂ. ഇത് ഇത്രയധികം മനസ്സിനെ വേദനിപ്പിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഉസ്താദ് എടുത്ത ക്ലാസ്, അനസ് ഷാഫി ഉസ്താദ് എടുത്ത ക്ലാസ്സിൽ ഉമ്മയുടെ മരണത്തെക്കുറിച്ച് മക്കളോട് വിവരിക്കുന്നുണ്ടായിരുന്നു. ഉമ്മയില്ലാത്ത ആ ഒരു ജീവിതത്തെക്കുറിച്ച്. അപ്പോൾ ആ ക്ലാസ്സിൽ നിന്നും ആ ചെറിയ മക്കളുടെ ആ കരച്ചിൽ എൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല. അപ്പോഴാണ് ഈ 3 സഹോദരിയുടെ മരണം ഞാൻ ഓർത്തത്. അപ്പോൾ ആ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും? അനസ് ഷാഫി ഉസ്താദിൻ്റെ ആ ഒരു ക്ലാസ് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. പേടിക്കണ്ടട മോനെ, മോളെ സങ്കടപ്പെടണ്ടടി, ഞങ്ങളൊക്കെ ഇല്ലേന്ന്. ഉമ്മയില്ലാതെ ഈ ലോകത്ത് ആരുണ്ടായിട്ടെന്താ? ആരാണ് ഉമ്മാക്ക് പകരാവുക? ആരെങ്കിലും ലോകത്ത് ഉമ്മാക്ക് പകരാവോ? വേറെ ആരുണ്ടായിട്ടെന്താ മക്കളെ? ആരുമില്ലാത്ത ലോകത്തേക്ക് ഉമ്മ യാത്രയായില്ലേ? ആ ഉമ്മാന്റെ അടുത്ത് എന്നിട്ട് ഞങ്ങൾ പലതും പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഉമ്മ കേൾക്കൂല, ഉമ്മ കാണൂല, ഉമ്മ മൈൻഡ് ചെയ്യൂല. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാനെ, മരിച്ചു കിടക്കുന്ന ഉമ്മാനെ വെള്ള തുണിയിലൊക്കെ പൊതിഞ്ഞിട്ട് നമ്മളിങ്ങനെ മയ്യത്ത് കട്ടിലേറ്റി പൊന്നുമ്മാനെ കൊണ്ടുപോകുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ മയ്യത്ത് കട്ടിലേറ്റി ഉമ്മാന്റെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ കൂടെ നടക്കാൻ നമ്മുടെ കാല് സമ്മതിക്കുന്നില്ല. നമ്മുടെ ഹൃദയം പടക്കാണ്, നമ്മുടെ കണ്ണ് നിറയാണ്, മനസ്സിങ്ങനെ വിങ്ങി പൊട്ടി 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 നമ്മൾ പറയണം, ഉമ്മച്ചിയെ പോവല്ലമ്മ, ഉമ്മച്ചിയെ. ആ മക്കളുടെ ഉമ്മയുടെ മരണത്തെക്കുറിച്ചാണ് ഉസ്താദ് പറഞ്ഞത്. അത് പറയുമ്പോൾ തന്നെ ആ മക്കൾ പൊട്ടിക്കരയുകയായിരുന്നു. ആ ക്ലാസ്സിൽ കൂട്ടക്കരച്ചിലായിരുന്നു. ഈ 3 സഹോദരിയുടെ മരണവിവരം അറിഞ്ഞപ്പോൾ ഞാനും അതാണ് ചിന്തിച്ചത്. ആ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും? പടച്ച റബ്ബേ, ആ മക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. എല്ലാവരും ഉമ്മമാർക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. മരണപ്പെട്ടുപോയ ഉമ്മമാർക്ക് വേണ്ടി മഅഫിറത്തിനും മർഹമത്തിനും വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. കണ്ണൂർ സ്വദേശിനിയായ 33 വയസ്സ് മാത്രം പ്രായമുള്ള ഹുസ്ന ഷെറിൻ മരണപ്പെട്ടിരിക്കുന്നത് അബുദാബിയിൽ വെച്ചാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 3 ചെറിയ മക്കളുമുണ്ട്. പടച്ച റബ്ബേ, ആ മക്കൾക്ക് ഉമ്മയില്ലാത്ത വേദന നീ അറിയിക്കല്ലേ റബ്ബേ. കാസർഗോഡ് സ്വദേശിയായ മുഹസിന 24 വയസ്സ് മരണപ്പെട്ടിരിക്കുന്നത് ദുബായിൽ വെച്ച് തന്നെയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉമ്മയില്ലാതായിരിക്കുന്നത് 2 മക്കൾക്കാണ്. പടച്ച റബ്ബേ, ഉമ്മയില്ലാത്ത ആ ഒരു ജീവിതം ആർക്കും നീ കൊടുക്കല്ലേ റബ്ബേ. ആ മക്കളെ നീ തന്നെ സംരക്ഷിക്കണേ റബ്ബേ. ആമീൻ. നമുക്കൊക്കെ ഏറെ സങ്കടമായി പോയത് റുബീനയുടെ മരണമാണ്. കോഴിക്കോട് സ്വദേശിയായ റുബീനയുടെ മരണം. റുബീന മരണപ്പെട്ടിരിക്കുന്നത് സൗദിയിൽ വെച്ചാണ്. മക്കളെ സ്കൂളിൽ വിട്ട് തിരിച്ചെത്തിയ റുബീനക്ക് പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടാവുകയാണ്. സുബ്ഹാനല്ലാഹ്. സൗദി ജുബൈലിൽ വെച്ച് കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കോഴിക്കോട് മുക്കം മണാശ്ശേരി സ്വദേശിനിയാണ് റുബീന. റുബീനയുടെ മരണമാണ് നമ്മളെ ഏറെ കരളലിയിപ്പിച്ചത്. മക്കൾ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയപ്പോൾ ഉമ്മയുടെ ഒരു അച്ചയും അനക്കവുമില്ല. ഉമ്മയുടെ റൂമും തുറന്നു കാണുന്നില്ല. അങ്ങനെ റൂം തുറന്നു നോക്കുമ്പോഴാണ് റുബീന വീണ് കിടക്കുന്നത് കാണുന്നത്. സുബ്ഹാനല്ലാഹ്. ആ ഒരു കാഴ്ച, പടച്ച റബ്ബേ, ഇതുപോലൊരവസ്ഥ ഒരു മക്കൾക്കും നീ കൊടുക്കല്ലേ റബ്ബേ. നമ്മുടെ ഉമ്മമാർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണേ റബ്ബേ. എന്നെ ഒരുപാട് വേദനിപ്പിച്ച ഒരു വാർത്തയായിരുന്നു ഇത്. എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. പിന്നെ ഇന്നലെ എൻ്റെ നാട്ടിലൊരു മരണമുണ്ടായി.
അതൊരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഉപ്പയുടെ മയ്യത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന മക്കൾ, ഹോസ്പിറ്റലിൽ നിന്നും വിട്ടുകൊടുക്കാതെ ഉപ്പയുടെ മയ്യത്തിന് വേണ്ടി നെട്ടം തിരിയുന്ന ഒരു മക്കളെയാണ് എനിക്ക് കാണാനായത്. ഇതെൻ്റെ നാട്ടിൽ നടന്ന സംഭവമാണ്. ചിലരൊക്കെ ഇത് അനുഭവിച്ചതായിരിക്കും. എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരവസ്ഥയിലുള്ള മക്കളെ ഞാൻ കാണുന്നത്. ഹോസ്പിറ്റലിൽ ആ മയ്യത്ത് വിട്ടുകൊടുക്കാത്ത കാരണം മരിച്ച മയ്യത്തിനെയും വെച്ച് വിലപേശുകയാണവർ. 5 ലക്ഷത്തോളം ചെലവഴിച്ചു. പാവപ്പെട്ടവരാണ്. പക്ഷെ ആ ജീവൻ തിരിച്ചു കിട്ടിയില്ല. ആ മക്കൾക്കാണെങ്കിൽ ബാക്കിയുള്ള തുക ആ ഹോസ്പിറ്റലിന് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആ മയ്യത്ത് വിട്ടുകൊടുക്കാതിരുന്നത്. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഉപ്പയ്ക്ക് വേണ്ടി ഈ പാവപ്പെട്ടവർ 5 ലക്ഷം രൂപ ചെലവഴിച്ചു. അവിടുന്നും ഇവിടുന്നുമൊക്കെ വായ്പവും കടവും വാങ്ങി അവസാനം ഉപ്പയുടെ ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടു. എന്നിട്ടും ബാക്കി തുക കൊടുക്കാനുണ്ടത്രേ. അതുകൊണ്ട് മയ്യത്ത് വിട്ടുകൊടുക്കുന്നില്ല. ഉപ്പ മരണപ്പെട്ട ആ ഒരു സങ്കടവും മയ്യത്ത് വിട്ടുകൊടുക്കാത്ത ആ ഒരു സങ്കടവും, ആ മക്കളുടെ ആ ഒരു അവസ്ഥ ഒരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. മണിക്കൂറുകളോളം കെഞ്ചിയും കാലു പിടിച്ചും നോക്കിയവർ. അവരുടെ മനസ്സലിഞ്ഞില്ല. പൈസ എങ്ങനെയെങ്കിലും 2 ദിവസത്തിനകം തരാമെന്ന് പറഞ്ഞു. എന്നിട്ടും ആ ഒരു ഹോസ്പിറ്റൽ ആ മയ്യത്ത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പൈസ അടച്ചതിന് ശേഷമേ മയ്യത്ത് വിട്ടു നൽകൂ എന്ന്. അങ്ങനെ ഈ മക്കൾ പാർട്ടിക്കാരുമായൊക്കെ ബന്ധപ്പെട്ട്, പള്ളിക്കാരുമായി ബന്ധപ്പെട്ട്, അവരൊക്കെ കൂടി ഹോസ്പിറ്റലിൽ വന്ന് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തി 2 മക്കളെ അവിടെയാക്കി മയ്യത്ത് വിട്ടു നൽകി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മക്കൾ അവിടെയാണുള്ളത്. പൈസ അടിച്ചതിന് ശേഷം ഇവർക്ക് പോകാമെന്ന്. ആ പൊട്ടിക്കരയുന്ന ആ മക്കളുടെ അവസ്ഥ. മയ്യത്ത് നമുക്ക് എന്തെന്നായാലും ഖബറടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എത്രയും പെട്ടെന്ന് ഖബറടക്കിയാൽ അത്രയ്ക്ക് നല്ലത്. ആ ഹോസ്പിറ്റലിൽ നിന്നും ആ മക്കൾ പൊട്ടിക്കരയുകയാണ്. മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി ഉപ്പയുടെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നാട്ടുകാരും അയൽവാസികളും. അവസാനം മക്കളെ അവിടെ നിർത്തി ഇവിടെ ഉപ്പയുടെ ഖബറടക്കി. അതൊരു വല്ലാത്തൊരവസ്ഥയാണ്, വല്ലാത്തൊരു വേദനയാണ്. പടച്ച റബ്ബേ, ആ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. അവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, മഅഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. ആ മക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും മയ്യത്തിനെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ചെറിയ മക്കളുടെ 3 ഉമ്മമാരാണ് റബ്ബേ മരണപ്പെട്ടിരിക്കുന്നത്. നിനക്കറിയാലോ റബ്ബേ അവരെയൊക്കെ. അവരെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഉമ്മയില്ലാത്ത വേദന ആ മക്കൾക്ക് നീ അറിയിക്കല്ലേ റബ്ബേ. ആ മക്കൾക്ക് നീ സന്തോഷമുള്ളൊരു ജീവിതം നീ കൊടുക്കണേ റബ്ബേ. ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലൊരു അവസ്ഥ ഒരു മക്കൾക്കും നീ കൊടുക്കല്ലേ റബ്ബേ. ചെറിയ പ്രായത്തിലെ ഉമ്മയെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ മക്കളെയൊന്നും മാതാപിതാക്കളില്ലാത്ത മക്കളാക്കല്ലേ റബ്ബേ. നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഖബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നരകം ഇവർക്ക് ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പറ്റുന്നവർക്ക് യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. മരണപ്പെട്ടവരാണ്, ആരും മുഷിപ്പ് തോന്നരുത്.